മനുവിൻ്റെ ലോകം ആനിയായിരുന്നു. ആനിയുടെ ഹൃദയത്താളമായിരുന്നു മനു. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവർ. മനുവിന് ആനിയെ ജീവനായിരുന്നു. പക്ഷെ അവൻ്റെ സ്നേഹം ഒരുപാട് അസൂയയും വാശിയുമുള്ളതായിരുന്നു. മനുവിന് അവൾ വേറെ ആരെങ്കിലും നോക്കുന്നതോ സംസാരിക്കുന്നതോ പോലും സഹിക്കാനാവാത്തത്ര ഭ്രാന്തമായൊരു സ്നേഹമായിരുന്നു അവളോട്. ഇത് പലപ്പോഴും അവരുടെ ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയിരുന്നു. ചെറുപ്പത്തിലെ അമ്മ മരിച്ച ആനയെ അച്ഛൻ വളരെ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയുമാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ തുറന്ന മനസ്സോടെ സംസാരിക്കുന്ന, സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരു യുവതിയായിരുന്നു. ആനിക്ക് തൻ്റെ സഹപാഠിയായ അനന്തവുമായി നല്ലൊരു സൗഹൃദമുണ്ട്. അത് മനുവിനെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. മനുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. മനുവിൻ്റെ ഉള്ളിലെ അസൂയ ഒരു തീ പോലെ ആളിക്കത്തി. ആനി മനുവിനെ ആഴത്തിൽ പ്രണയിച്ചു. അവനെ ഒരു കുട്ടിയെപ്പോലെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. പക്ഷേ മനുവിൻ്റെ ഉള്ളിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു. ആനിയെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലയിൽ മനു മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പം കാണിക്കുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് മനുവിൻ്റെ അമ്മ ആ പെൺകുട്ടിയുമായി അവൻ്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. കളിച്ചു ചിരിച്ച് ഉന്മേഷവതിയായിരുന്ന ആനി പെട്ടെന്ന് വിഷാദത്തിലേക്ക് വീണു. മനുവിൻ്റെ വിവാഹദിനം ഒരു തകർന്ന ചില്ലുപാത്രം പോലെ ആനി അവിടെ എത്തി. മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചും സംസാരിച്ചും നിന്നെങ്കിലും അവളുടെ ഹൃദയം 100,000 ചീടുകളായി നുറുങ്ങുകയായിരുന്നു. ആരും കാണാതെ ഹൃദയം തകർന്ന് അവൾ കരയുന്നത് മനു കണ്ടു. വിവാഹരാത്രിയിൽ അവളുടെ നിശബ്ദമായ നിലവിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങി. കുറ്റബോധവും നഷ്ടബോധവും അവനെ ഭ്രാന്തനാക്കി. അവൻ ആനിയെ തേടി അവളുടെ വീട്ടിലേക്ക് ഓടി. വാതിൽ തുറന്ന് പുറത്തു വന്ന അവളുടെ കണ്ണുകളിൽ തകർന്ന സ്വപ്നങ്ങളുടെ വേദന മാത്രം. ആ ഒരു നിമിഷം അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ ആനി അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. എനിക്ക് ഈ ഒരു നിമിഷം മാത്രം മതി. അവൾ തിരിഞ്ഞു നടന്നു. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ വാതിലടച്ചു. രാത്രിയുടെ ഏകാന്തതയിൽ സമനില തെറ്റിയവനെ പോലെ അവൻ ഒറ്റയ്ക്ക് ക്രിക്കറ്റ് കളിച്ചു, തൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയതുപോലെ. വഴിയിലൂടെ കടന്നു പോകുന്ന ആനയുടെ ശവമഞ്ചം. എല്ലാം നഷ്ടപ്പെട്ട ഒരുവൻ്റെ അവസാനത്തെ ഓട്ടം പോലെ മനു ഓടിയെത്തി. നിസ്സഹായനായി ആ മരണത്തിൻ്റെ മുന്നിൽ തളർന്നു നിന്നു. താൻ തകർത്തു കളഞ്ഞ ഒരു ഹൃദയത്തെയും ഒടുവിൽ തകർന്ന സ്വന്തം ജീവിതത്തെയും നോക്കി. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. തീവ്രമായ പ്രണയത്തിൻ്റെ ലോലമായ ചെല്ലുപാത്രങ്ങൾ. ഒരൊറ്റ നിമിഷം മതി അവ 1000 ചേലുകളായി ഉടഞ്ഞു ചിതറാൻ.